അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. 4-ാം ക്ലാസ്സിൽ ഇന്ന് നടന്ന താരീഖിൻ്റെ ഉത്തരങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം, പുരുഷന്മാരിൽ ആദ്യം ഇസ്ലാം സ്വീകരിച്ചത് ആരാണ്? അബൂബക്കർ റളിയല്ലാഹു അൻഹു. 2, സ്ത്രീകളിൽ ആദ്യം ഇസ്ലാം സ്വീകരിച്ചത് ആരാണ്? ഖദീജ റളിയല്ലാഹു അൻഹ. 3, കുട്ടികളിൽ ആദ്യം ഇസ്ലാം സ്വീകരിച്ച അലി റളിയല്ലാഹു അൻഹു. ദാറുൽ അർഖമിൽ നടത്തിയിരുന്നത് രഹസ്യ പ്രബോധനം. വളരെ സിമ്പിൾ. അടുത്ത് വഅൻദിർ അശീറത്തക്കൽ അഖ്റബീൻ. ഒക്കെ നമ്മൾ പറഞ്ഞ ചോദ്യങ്ങൾ തന്നെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേരിൽ കാണാത്തതിനാൽ നജാഷി രാജാവ് സ്വഹാബികളിൽ പെടുന്നില്ല. അടുത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് റംല റളിയല്ലാഹു അൻഹ വിവാഹം ചെയ്തപ്പോൾ നബിക്ക് വേണ്ടി മഹർ നൽകിയത് ആരാണ്? നജാഷി രാജാവ്. അടുത്ത പിതൃവ്യൻ്റെയും പത്നിയുടെയും ദേഹവിയോഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറെ വേദനപ്പെടുത്തി. എന്തോത്തരം? ഏറെ വേദനപ്പെടുത്തി. കണ്ടോ? ഏറെ വേദനിപ്പിച്ചു. ഏറെ വേദനിപ്പിച്ചു. അടുത്തത്, ഖുറൈശ് സമൂഹമേ, നിങ്ങൾ ശരീരങ്ങളെ നരകത്തെ തൊട്ട് നിങ്ങൾ രക്ഷിക്കുക. നിങ്ങൾ രക്ഷിക്കുക. അടുത്തത്, ഉത്തരം എഴുതാം. എന്താണ്? എത്യോപ്യയിലേക്ക് ആദ്യം പാലായനം നടന്നത് എന്നാണ് ചോദിച്ചത്. ശ്രദ്ധിക്കണം, എത്യോപ്യയിലേക്ക് ആദ്യം പാലായനം ചെയ്ത പുരുഷന്മാർ സ്ത്രീകളുടെ എണ്ണമല്ല ചോദിക്കുന്നത്, അതെന്നാണ്? നുബുവത്തിൻ്റെ 5. അടുത്ത ചോദ്യം എന്താ? എത്യോപ്യയിലേക്ക് 2-ാം യാത്രയിൽ പോയത് എത്ര പേരാണ്? എത്ര ആളുകളാണ്? അപ്പോൾ നമ്മൾ അവിടെ എണ്ണം എഴുതി പോകും. അപ്പോൾ എണ്ണം എഴുതി പോകുമെന്ന് നമ്മൾ ശ്രദ്ധിക്കണം. ഇവിടെ നമ്മൾ എന്നാ ചോദിച്ചത്, എന്തല്ല? പുരുഷന്മാർ സ്ത്രീകൾ എണ്ണല്ല. ഇവിടെയാണ് ചോദിക്കുന്നത് പുരുഷന്മാർ സ്ത്രീകൾ. ഏതിൽ? 2-ാം യാത്രയിൽ. അപ്പോൾ 83 പുരുഷന്മാരും 18 സ്ത്രീകളും. അടുത്തത് 83-18. അടുത്തത്, ഖുറൈശികൾ ഉപരോധം പ്രഖ്യാപിച്ചപ്പോൾ നബിയും കുടുംബവും താമസിച്ചത് എവിടെയാണ്? എത്ര കാലം? 3 വർഷക്കാലം മലഞ്ചെരുവിലാണ് താമസിച്ചത്, അല്ലേ? 3 വർഷക്കാലാണ് മലഞ്ചെരുവിൽ. മലഞ്ചെരുവിൽ എന്ന് എഴുതുമ്പോൾ ശ്രദ്ധിക്കണം. മലഞ്ചെരുവിൽ. അടുത്ത ചോദ്യം, നജാഷിയുടെ മരണവാർത്ത അറിഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? മയ്യത്ത് നിസ്കരിച്ചു. അവരുടെ മേൽ മയ്യത്ത് നിസ്കരിച്ചു. കാരണം എഴുതാം. നുബുവത്തിൻ്റെ 10-ാം വർഷത്തിന് ആമുൽ ഹുസ്ൻ എന്ന് പറയാൻ കാരണം എന്താണ്? പിതൃവ്യൻ്റെയും പത്നിയുടെയും ദേഹവിയോഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറെ വേദനിപ്പിച്ചു. അതാണ് കാരണം. അടുത്തത്, എത്യോപ്യയിലേക്ക് ആദ്യം പാലായനം ചെയ്തവർ മക്കയിലേക്ക് മടങ്ങി വരാൻ കാരണം എന്താണ്? മക്കയിലുള്ളവരെല്ലാം ഇസ്ലാം സ്വീകരിച്ചു എന്ന തെറ്റായ വാർത്ത. മക്കയിലുള്ള എല്ലാവരും ഇസ്ലാം സ്വീകരിച്ചു എന്ന ഒരു വാർത്ത ഇതിനിടെ പരന്നു. അതിനെ തുടർന്ന് അവർ സ്വദേശത്തേക്ക് തിരിച്ചു. അടുത്ത ചോദ്യം, ആരാണ് പറഞ്ഞതെന്ന് എഴുതാനാണ്. നിനക്ക് നാശം, ഇതിനാണോ നീ ഞങ്ങളെ വിളിച്ചു കൂട്ടിയത്? ആരാ പറഞ്ഞത്? അബൂലഹബ്. അടുത്തത്, അഭയാർത്ഥികളായി എത്തുന്നവർക്ക് അഭയം നൽകുന്ന ഒരു രാജാവുണ്ട് അവിടെ. അതാരെക്കുറിച്ചാണ് പറഞ്ഞത്? അതാരാണ് പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞത്. അടുത്ത, തെറ്റിതിരുത്താൻ. ഇന്ത്യയിൽ രാജാക്കന്മാർക്ക് നജാഷി, നേഗസ് എന്നാണ് അറിയപ്പെടുന്നത്. ഇന്ത്യയിലല്ല. എവിടെയാണ്? എത്യോപ്യയാണ്. എത്യോപ്യ. അടുത്തത്, എത്യോപ്യ എന്ന് എഴുതുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. കണ്ടില്ലേ? എത്യോപ്യയിലെ. അടുത്ത ചോദ്യം എന്താണ്? അബൂ ത്വാലിബിൻ്റെ മരണത്തിൻ്റെ 5-ാം നാൾ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വഫാത്തായി. 5-ാം നാളല്ല. എത്രാം നാളാണ്? 3-ാം നാളാണ് വഫാത്തായത്, അല്ലേ? അബൂ താലിബിന് രോഗം ബാധിച്ചു, അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ 3-ാം നാൾ. അടുത്തത്, എത്യോപ്യയിലേക്ക് ആദ്യം 4 പുരുഷന്മാരും 10 സ്ത്രീകളുമാണ് പോയത്. തെറ്റാ ശരി? ഞങ്ങൾ പറയും. തെറ്റാണ്, അല്ലേ? 4 പുരുഷന്മാരല്ല, 10-4 10 പുരുഷന്മാർ 4 സ്ത്രീകളും. ഓക്കെ, അതാ ഇത് നമ്മൾ പറഞ്ഞ ചോദ്യമാണ്. ഖദീജ ബീവിൻ്റെ ഉപ്പാൻ്റെ പേര് ഖുവൈലിദ്. അബൂബക്കർ അബൂ ഖുഹാഫ. സെയ്ദ് റളിയല്ലാഹു അൻഹു ഹാരിസ. അവരുടെ ഉപ്പാമാരെ പേര് പഠിക്കാൻ പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ എങ്ങനെയുണ്ട് നിങ്ങൾക്ക് പരീക്ഷ? എല്ലാവരും അറിയിക്കുക. അസ്സലാമു അലൈക്കും.